ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടവകയുടെ വികാരിയായിരിക്കുന്ന മാത്യൂസ് ജോണച്ചൻ, ഇന്ന് വിശുദ്ധ കുർബാന പ്രധാന കർമ്മികനായിരിക്കുന്ന ബേസിലച്ചൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വാങ്ങിപ്പിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ്. അതിനേക്കാൾ ഉപരി മാതാവിനെ നമ്മൾ ഇന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്ന കാലയളവുകളിലൂടെ നാം കടന്നു വരുമ്പോൾ മാതാവ് പകർന്നു തരുന്ന ചില പാഠങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു കുറിപ്പ് പ്രകാരമാണ്. ഒരു പിതാവ് ഒരു മകനോട് പറഞ്ഞു, നീ സമൃദ്ധിയായി ഭക്ഷണം കഴിക്കണം. രണ്ടാമത് പറഞ്ഞു, നീ നല്ലതുപോലെ കിടന്ന് ഉറങ്ങണം. മൂന്നാമതായി പറഞ്ഞു, നീ നല്ല ഭവനത്തിൽ താമസിക്കണം. ഇത് കേട്ട ഈ മകൻ ഈ പിതാവിനോട് പറഞ്ഞു, നമ്മൾ ദരിദ്രരാണെന്ന് പിതാവിന് അറിയാം, പിന്നെ എന്തേ ഇപ്രകാരം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ പിതാവ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്: നീ വിശക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആഹാരം നീ വളരെ രുചിയോടുകൂടി കഴിക്കണം. അത് നിനക്ക് ശ്രേഷ്ഠമായ ഭക്ഷണമാകും. രണ്ടാമത് എപ്രകാരം നല്ലതുപോലെ കിടന്നുറങ്ങുമെന്നുള്ളതിന് ആ പിതാവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: നീ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി നീ ഉറങ്ങുമ്പോൾ നിനക്ക് സുഖകരമായി ഉറങ്ങാൻ സാധിക്കും. മൂന്നാമത്, നീ നല്ല വസതിയിൽ നല്ല ഭവനത്തിൽ താമസിക്കണമെന്നുള്ളതിന് ഈ പിതാവ് കൊടുത്ത മറുപടി, നീ എല്ലാവരോടും നന്മ ചെയ്യണം. എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നീ എന്നേക്കും ഓർക്കപ്പെടുകയും വസിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഏറ്റവും നല്ല ഒരു വസതി എന്ന് പറയുന്നത്. മാതാവിന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥനയോടും ദൈവാരാധനയോടും കൂടി ജീവിച്ച് മാതാവ് പകർന്നു തരുന്ന ചില പാഠങ്ങളുണ്ട്. വളരെ പ്രധാനമായ 3 പാഠങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്നാമതായി, സനാതന മാർഗത്തിലൂടെ അതിന്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമാണ് വിശുദ്ധ കന്യക മറിയം. സനാതന മൂല്യങ്ങൾ, ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. അതിന്റെ മൂല്യങ്ങളെ കൂട്ടിയുറപ്പിച്ചുകൊണ്ടും അത് ചേർത്തുകൊണ്ടും ക്രൈസ്തവ മൂല്യങ്ങളെ ശാശ്വത നിയമമായി കണ്ടുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ കന്യക മറിയം. ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ മാതാവ് ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ച വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവിന്റെ അണയാത്ത തീനാളം ജീവിതത്തിൽ പകർന്നുകൊണ്ട് ഈ ലോകത്തിന്റെ രക്ഷകനെ വരവേൽക്കുവാൻ ഉദരം തുറന്നു കൊടുത്തവളാണ് വിശുദ്ധ കന്യക മറിയം. ഇന്ന് ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യേ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ പോലും മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെടുന്ന അനുഭവമാണ്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിട്ടയോട് കൂടി ജീവിച്ച ഒരു ജീവിത ശൈലിയുണ്ട്. ഇന്ന് ഹൂസോയോ പ്രാപിക്കുവാനായി ഒരു ചട്ടയും മുണ്ടും ഉടുത്തു വന്ന ഒരു അമ്മ മുന്നിലേക്ക് വന്നപ്പോൾ വളരെയേറെ സന്തോഷമാണ്. കാരണം അന്യം നിന്നു പോകുന്ന ഒരു വേഷവിധാനമാണ് ചട്ടയും മുണ്ടും.
ഈ ചട്ടയും മുണ്ടിനും ചില കഥകൾ നമ്മളോട് പറയുവാനുണ്ട്. ഈ ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു സമൂഹം, ഇവരിത് കഴിഞ്ഞു കൊണ്ടുപോയി ഇത് ഉണക്കി അത് അലമാരിയിൽ വെക്കും. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഈ ചട്ടയും മുണ്ടും എടുത്ത് പുറത്തേക്ക് വെക്കും. എന്തിനു വേണ്ടി? അതിരാവിലെ ഇതുടുത്തുകൊണ്ട് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കടന്നു വരുവാൻ. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഒരു ശനിയാഴ്ച വൈകുന്നേരം ഇതെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ നല്ല കുന്തിരിക്കത്തിന്റെ മണം, വാസന ഉണ്ടാകും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പറഞ്ഞു നിർത്തുന്നത്: പഴയ തലമുറയ്ക്ക് തലയില്ല, മുറയുണ്ട്. പുതിയ തലമുറയ്ക്ക് തലയില്ല, തലയുണ്ട്, മുറയില്ല എന്ന് പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് നൂതന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുവാനുള്ള തലയില്ലായിരുന്നു എങ്കിലും ചിട്ടയായ ജീവിച്ച ഒരു ജീവിത ശൈലിയുണ്ട്. പുതിയ തലമുറയ്ക്ക് നൂതന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുവാനുള്ള തലയുണ്ടെങ്കിലും ചിട്ടയായ ജീവിത ശൈലി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പോകട്ടെ, സനാതന മൂല്യങ്ങളെ മുറുകെ പിടിച്ച അമ്മ, ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചമ്മ നമുക്കൊരു മാതൃകയായി, ഒരു പാഠമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. രണ്ടാമതായി, വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് വിശുദ്ധ കന്യകമറിയം. വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ. അമ്മയുടെ ജീവിതം ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും ആർജിച്ചെടുത്ത വിശ്വാസത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വാക്കുകളാണ് മാതാവ് പറഞ്ഞത്: ഞാൻ കർത്താവിന്റെ ദാസി. വിശ്വാസത്തിലൂടെ, ആർജിച്ചെടുത്ത വിശ്വാസത്തിലൂടെ ദാസിയാകുന്ന അനുഭവത്തിലേക്ക് മാതാവ് മാറ്റപ്പെടുകയാണ്. ഈ ദാസി എന്ന് പറയുന്ന പദം, അത് ഗ്രീക്ക് ഭാഷയിൽ ഡുലോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡുലോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അടിമയാണ്. അടിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിന്റെ അടിമയായി മാറുവാൻ തക്കവണ്ണം വിശ്വാസത്തിലൂടെ മാതാവ് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ച് വിശ്വാസം എന്ന് നമ്മളോട് ചോദിച്ചാൽ നാം പറയുന്ന ഡെഫിനിഷൻ എന്താ? വിശ്വാസം എന്നതിന്റെ ഡെഫിനിഷൻ ഹെബ്രായർ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുമ്പോൾ അത് ഇത്തിരി പ്രശ്നം പിടിച്ച മേഖലയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട ശ്ലീഹ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു: മരണമോ, കഷ്ടമോ, പ്രയാസമോ, പ്രതിസന്ധിയോ, ജീവനോ, എന്ത് തന്നെ സംഭവിച്ചാലും അത് ക്രിസ്തുവിന്റെ കൂടെ എന്ന് പറയുന്നതാണ് ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. ആ മൂല്യം കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് വിശുദ്ധ കന്യകമറിയം. കാരണം ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുന്ന കാലം മുതൽ കാൽവറിയുടെ അനുഭവം വരെ വേദനകളുടെ, സഹനങ്ങളുടെ വഴികളിലൂടെ നടന്നു ജീവിച്ച ഒരു ജീവിതമാണ് അമ്മയുടെ ജീവിതം. പിന്നീട് കൊണ്ട് കാനാവിന്റെ കല്യാണ വീട്ടിലേക്ക് അവിടെ വീഞ്ഞിന്റെ പോരായ്മ വരുമ്പോ ഈ മാതാവ് തന്റെ മകനോട് പറയുന്നു: ഇവിടെ വീഞ്ഞ് തീർന്നുപോയി എന്ന്. എനിക്ക് നിനക്കും തമ്മിൽ എന്താ എന്ന് പറയുക. പിന്നെയും മാതാവിനൊരു പ്രത്യാശയുണ്ട്, പുത്രൻ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ബാല്യക്കാരോട് പറഞ്ഞത്: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവീനെന്ന്. വിശ്വാസ മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ച അമ്മ. ഇന്ന് കുടുംബ ജീവിതങ്ങളിൽ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായുള്ള ബന്ധങ്ങളിലൊക്കെ വിശ്വാസ വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മാതാവ് ദൈവവുമായുള്ള വിശ്വാസത്തിൽ ആ അടിത്തറയിൽ ജീവിച്ച് നമുക്കൊരു പാഠമായി തീർന്നു. മൂന്നാമതായി, സമർപ്പണത്തിന്റെ ഒരു പാഠം കൂടി ഈ മാതാവ് കാട്ടിത്തരുന്നു. വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനകളിലും അവസാനം പറയും: ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം മാതാവ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മാതാവിന്റെ ജീവിതത്തിൽ പിന്നീട് ക്രിസ്തുവിനെ ക്രൂസിൽ തറയ്ക്കുന്ന സമയം, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം കഴിയുന്ന സമയം,
പെന്തക്കോസ്തിയിലേക്ക് ഒരുങ്ങുമ്പോൾ മാതാവ് തന്റെ ശിഷ്യന്മാരെയും കൂട്ടിയിരുത്തി അവരോട് സമർപ്പണത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം വാക്യം. സമർപ്പണ ജീവിതം ഇന്ന് നന്നേ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഇന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ പറ്റി കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ, മോനെ അല്ലെങ്കിൽ മോളെ പപ്പയെ നോക്കി പഠിക്കുക, മമ്മിയെ നോക്കി പഠിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ? മാതാപിതാക്കളോടായി ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നെ നോക്കി പഠിക്കാൻ, എന്റെ പാത പിൻപറ്റുവാൻ? കാരണം നമ്മളുടെ കയ്യിൽ പറയുവാൻ തക്കതായി ഒന്നുമില്ല. മാതാവിന്റെ ജീവിതം ഇന്നും പിൻപറ്റുവാൻ അനവധി പാഠങ്ങൾ നമുക്കുണ്ട്. അത് അനുസരണത്തിന്റെ പാഠം, സമർപ്പണത്തിന്റെ പാഠം, ഇങ്ങനെ നിരവധി പാഠങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള 3 പാഠങ്ങൾ: സനാതന മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വം, രണ്ടാമതായി വിശ്വാസ ജീവിതത്തിന്റെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിച്ച ജീവിതം, മൂന്നാമതായി സമർപ്പണത്തിലൂടെ ദൈവത്തോട് ചേർന്നിരുന്ന ജീവിതം. ഈ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുമ്പോൾ തീർച്ചയായും ഈ നമ്മുടെ ജീവിതവും ക്രമപ്പെടുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമാകുന്നുവെങ്കിൽ, നാം ഒരു മാറ്റത്തിനായി ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായും അമ്മയുടെ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയുമായി തീരും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം തന്ന വന്ദിനായ ഇടവക വികാരിയായിരിക്കുന്ന മാത്യൂസ് ജോണച്ചനോടും ഇതുവരെ കേട്ടിരുന്ന ഇടവകയിലെ എല്ലാ ജനങ്ങളോടും, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനം